അല്ല, അത് മാത്രമല്ല, ഈ പ്രശ്നം വന്നത് എന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ബാറുടെ മകളുടെ സംഘടനയ്ക്കകത്ത് പിന്നെ സുനിലും അനിമോനും തമ്മിലുണ്ടായ ഈ തർക്കങ്ങളാണ് ഈ സംഭവത്തിന്റെ ഉള്ളടക്കം എന്നുള്ളത് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായി. പക്ഷെ അത് പോരാ. കഴിഞ്ഞ ഒരു മാസമായിട്ട് വിവിധ മാധ്യമങ്ങളിൽ സർക്കാരിന്റെ എക്സൈസ് പോളിസി മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിരന്തരം വാർത്തകൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പിന്നിലുള്ള കുറെ അധികം കഥകളുണ്ട്, വസ്തുതകളുണ്ട്, തെളിവുകളുണ്ട്. തലത്തിൽ തന്നെ നടന്നിട്ടുള്ളതാണ് ശ്രീ ജയചന്ദ്രൻ. സെക്രട്ടറി തല സമിതിയുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു ഡ്രൈ ഡേ വലിയ നഷ്ടമുണ്ടാക്കുന്നു എന്ന്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഈ പാനലിലുള്ള ബഹുമാന്യ സുഹൃത്ത് ശ്രീ VP സജീന്ദ്രൻ MLA ആയിരുന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് അറിയാത്ത കാര്യമൊന്നുമല്ല ഇത്തരം കാര്യങ്ങളൊന്നും സ്മൃതി. കാരണം എല്ലാ വർഷവും ബജറ്റിന് തൊട്ട് മുമ്പ് പ്രീ ബജറ്റ് ഡിസ്കഷൻ എന്ന് പറയുന്ന ധനമന്ത്രിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. 1-2 ദിവസം ആ മീറ്റിംഗ് നടക്കുമായിരിക്കും. അതില് ഇത്തരം നിർദ്ദേശങ്ങളടക്കം ഇപ്പോ നമ്മുടെ മധ്യവർഗ സമിതിയുടെ ആള് പറഞ്ഞില്ലേ, അതടക്കമുള്ള അവർക്കടക്കമുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അവിടെ. ഞാൻ പിന്നെ ഇത്തരം മീറ്റിങ്ങുകളിൽ പോകുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ കണ്ടിട്ടില്ല അവിടെ ഇവരുടെ കക്ഷികൾ. ഇനി എക്സൈസ് മിനിസ്റ്റർ റെപ്രസെന്റ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അതൊരു കാര്യം. പിന്നെ VP സജീന്ദ്രൻ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട പിഴവ് എന്താണെന്നറിയാമോ സാർ? താങ്കൾ അതൊന്ന് മനസ്സിരുത്തി നോക്കാം. 2 കാര്യങ്ങളുണ്ട്. ഒന്നല്ല, രണ്ടാമത്തെ കാര്യം ആദ്യം പറയാം. അതായത് ഈ പുഴമണൽ വാരൽ നിരോധനം അങ്ങനെ MLA ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 2010 ഓഗസ്റ്റിലാണ് നിയമസഭയുടെ പരിസ്ഥിതി സമിതി, അന്ന് അതിന്റെ ആ സമിതിയുടെ തലവനായിരുന്ന രാജാജി മാത്യു തോമസ് ആണെന്നാണ് എന്റെ ഓർമ്മ. അതെ, രാജാജി തന്നെയാണ്. താങ്കൾ ആ സമിതിയിൽ ഉണ്ടോ എന്ന് പറഞ്ഞില്ല. ഏതായാലും ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ആ സമിതിയിൽ ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു, എനിക്കറിയാം. അവര് ഒരു ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് നിയമസഭാ സമിതി ഈ വിഷയം അന്വേഷിക്കുന്നതും പുഴമണൽ വാരൽ നിരോധനം സർക്കാർ പ്രഖ്യാപിക്കുന്നതും. അതിന് പിന്നെ ബാക്കിംഗ് ആയിട്ടുള്ള ഒരു ഹൈക്കോടതി വിധിയാണ് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, താങ്കളെപ്പോലുള്ള ആൾക്കാർ ഇത് അറിയാതെ പോകുന്നത് പിന്നെ അത്ഭുതകരമാണെന്ന് ഞാൻ പറയില്ല, താങ്കൾക്ക് അറിയാത്തതാണെന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ എന്തുകൊണ്ടോ താങ്കൾ സാന്ദർഭികമായത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. പിന്നെ മറ്റൊന്ന് ഞാനീ പറഞ്ഞത്, UDFന്റെ കാലത്താണ് ബൗക്കോ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടിയത്, ബാറുകൾ ഏറ്റവും കുറച്ചു കൊടുത്തത് എന്ന് താങ്കളുടെ വാദം ഉന്നയിച്ച് കണ്ടല്ലോ. അതിന്റെ അകത്ത് എന്താണെന്നറിയോ വസ്തുത? പിന്നെ അന്നത്തെ ഈ താങ്കൾ പറയുന്ന പൂട്ടിയ കാലത്തെന്ന് പറയുന്നത് വിൽപ്പന 244 പിന്നെ 3 ലക്ഷം കേസായിരുന്നു ഈ പൂട്ടിയ കാലത്ത്. 244.3 ലക്ഷം കേസ്. പക്ഷെ ഇപ്പോ LDFന്റെ കാലത്ത് 22-23 എത്രയാണെന്നറിയോ? 224.34 ലക്ഷം. എല്ലാം കൂട്ടിക്കൊടുത്ത LDF ആണെന്ന് ആരോപിക്കുന്ന ഈ LDFന്റെ കാലത്ത് ഇത്ര കുറവാണ് ഈ 2022-23 വന്നിരിക്കുന്നത്. ഇത് കണക്കാണ് കേട്ടോ. ഞാൻ പിന്നെ വെറുതെ ഒരു താരതമ്യത്തിന് വേണ്ടി അങ്ങ് ഇട്ടുവരുന്ന ഒരു മറ്റൊരു സാധനമൊന്നുമല്ല. അതുപോലെ ഞാൻ ഈ ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ ഞാൻ എന്തിനാണ് ഈ ന്യായീകരിക്കുന്നത്? ഞാൻ ഒരു വശവും പിന്നെ ഒരു പക്ഷത്തിന്റെയും ന്യായീകരിക്കാൻ ബോധ്യത്തിൽ പറയൂ ശ്രീ ജയേന്ദ്രൻ. ഇപ്പോൾ ഈ ടേൺ ഓവർ ടാക്സ് വെട്ടിപ്പ് നടത്തിയ ബാറുകൾക്ക് മദ്യം നൽകരുത് എന്ന നിർദ്ദേശം നൽകിയത് അഭിപ്രായപ്പെട്ടത് നികുതി വകുപ്പാണ്. ആ നിർദ്ദേശം ആ നിലപാട് അട്ടിമറിച്ചുകൊണ്ട് അവർക്കും മദ്യം നൽകുന്ന തീരുമാനത്തിലേക്ക് എങ്ങനെ പോയി? അപ്പോൾ അതിന് പിന്നിലെ താല്പര്യം എന്താണ്? അല്ല, അത് നമുക്ക് അറിയില്ലേ, ഇത്തരം കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൊടുക്കരുത് എന്നൊരു നിർദ്ദേശം ഉണ്ടാവാം. പക്ഷെ ആ നിർദ്ദേശം പെൻഡിങ്ങിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇവരുടെ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അത് താങ്കൾക്ക് അറിയാത്ത കാര്യമാണോ സ്മൃതി? അത്തരം കാര്യങ്ങൾ നടക്കും. അവരങ്ങനെ നിർദ്ദേശം വെച്ചു എന്നല്ല നിരോധനം ഏർപ്പെടുത്തുകയല്ല ചെയ്തത്. അങ്ങനെ നിർദ്ദേശം അവിടുന്ന് വന്നു. ആ നിർദ്ദേശം നിലനിൽക്കെ തന്നെയാണ് ഈ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തതിനു ശേഷം അത് കൊടുക്കാൻ തീരുമാനിച്ചത് അവർക്ക്. അപ്പൊ ആ നിർദ്ദേശം അല്ലല്ല, ഈ സർക്കാരിന്റെ നിലപാട് മദ്യ നിരോധനമല്ല, മദ്യവർജനമാണ് എന്നുള്ള പറഞ്ഞിട്ടുള്ളതാണ്. ഇടതുപക്ഷത്തിന്റെ നിലപാടതാണ്. അങ്ങനെ വരുമ്പോഴും എന്തുകൊണ്ട് ബാറുകൾക്ക് അനുമതി കൊടുക്കുന്നു? സർക്കാരിന് ഒരു വരുമാനമാണ് എന്ന നിലയ്ക്കാണ്. ആ വരുമാനം കിട്ടാതിരിക്കുന്ന ഘട്ടത്തിലാണ് നികുതി വകുപ്പ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അതെടുക്കുമ്പോൾ എന്താണ് പറയുന്നത്? അവർക്ക് മദ്യം കൊടുക്കാൻ തീരുമാനം വരുമ്പോൾ എവിടെയാണ് ആർക്കും ഒരാൾക്ക് നേട്ടം ഉണ്ടാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് അല്ല, അതെ, 10 വർഷം മുമ്പ്, അതും ആ കണക്ക് താങ്കൾ ചോദിച്ചത് നന്നായി. 10 വർഷം മുമ്പ് സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ 18.21% മദ്യത്തിൽ നിന്നുണ്ടായിരുന്നു കേട്ടോ. 18.21%. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം അത് നിലവിലത് 13.4% മാത്രമേ ഉള്ളൂ. അതാണ് സർക്കാരിന്റെ മദ്യത്തിൽ നിന്ന് വരുമാനത്തിന്റെ ശതമാന കണക്കുള്ളത്. അപ്പോൾ അത് കൂടുകയാണോ കുറയുകയാണോ ചെയ്തിട്ടുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ.
പിന്നെ ഈ മദ്യവർജനവും മദ്യനിരോധനവും അതൊക്കെ LDFന്റെ നിലപാട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. UDFന്റെ നിലപാട് അവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മദ്യവർജനമോ മദ്യനിരോധനമോ അല്ല, അതിനകത്ത് എങ്ങനെയാണ് പൊതുവിൽ ജനങ്ങൾ ഉൾക്കൊള്ളുന്നത് അതനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ പോകുക എന്നുള്ളത് ഏത് ഗവൺമെന്റ് വന്നാലും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതിന് തെറ്റോ ശരിയോ പരിശോധിക്കാനുള്ള ഒരു ചർച്ചയായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. എങ്കിലും ഞാനത് പറയുകയാണ്, രേഖകളിൽ ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ട്, ഉപഭോഗത്തിന്റെ വരുമാനത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിരോധനമാണോ വർജനമാണോ ഏതാണ് കൂടുതൽ നല്ലത്? അത് മധ്യവിരുദ്ധ സമിതിക്കാർ തന്നെ പറയട്ടെ. രണ്ടും അവര് പിന്നെ ഉൾക്കൊള്ളുന്നവരാണല്ലോ. അത് അവരുടെ ഒരു കാര്യമായിട്ട് മാത്രമേ നമുക്കത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ കഴിയൂ. ഏതായാലും ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇതാണ്, പിന്നെ രാഷ്ട്രീയമായ ഒരു ആരോപണം എന്നുള്ളതിൽ കവിഞ്ഞ് കക്ഷി രാഷ്ട്രീയത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ആരോപണം എന്നതിൽ കവിഞ്ഞ് പ്രാധാന്യം ഇതിന് കിട്ടാതെ പോകുന്നത് ഇതിന്റെ അകത്ത് ഒരാളും ഒരു പൈസയും അഴിമതി നടത്തിയിട്ടില്ല എന്നതിന്റെ പേരിലാണ്. ഈ സർക്കാരിന്റെയോ LDFന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നേതാവിന്റെയും പേര് ഇതിലേക്ക് വലിച്ചഴക്കാനായിട്ട് കഴിയില്ല ആധികാരികതയോടെ. വലിച്ചഴക്കുക എന്ന് പറഞ്ഞാൽ അന്വേഷണം നടക്കാൻ പോകുന്നല്ലേ ഉള്ളൂ, മുമ്പിൽ നിൽക്കുന്നതുകൊണ്ടാണല്ലോ അന്വേഷണം തുടങ്ങുന്നല്ലേ ഉള്ളൂ. അതിന് മുന്നേ ആ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നത് എങ്ങനെയാണ്? പറയുന്നില്ലല്ലോ. MM ഹസൻ UDF കൺവീനർ പോലും പറയുന്നില്ല. ഞങ്ങൾക്ക് വിവരങ്ങളുണ്ട്, 2 മന്ത്രിമാർ അഴിമതി നടത്തിയായിട്ട്. എത്ര അഴിമതി നടത്തി അങ്ങനെ വല്ല വിവരമുണ്ടോ? അദ്ദേഹം ഒന്നും പറയുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾ പോലീസിന് കൊടുത്തോളാം. അവർ 25 കോടിയുടെ അഴിമതിയാണ് പറയുന്നത്. പ്രതിപക്ഷം 25 കോടിയാണ് കണക്കായി പറയുന്നത്. അല്ല, അത് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അതെ, അത് പ്രതിപക്ഷ നേതാവ് പറയുന്നു. വേറെ നേതാവ് പറഞ്ഞത് അത് 250 കോടിയാക്കി. അപ്പൊ എത്ര 25 കോടി 250 കോടി നമ്മളുടെ വ്യത്യാസം നോക്കി എത്രയാന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ, അവർക്ക് തെളിവുകൊണ്ട് അവർ കൊടുത്തോട്ടെ. അത്തരത്തിലുള്ള പഴുതു വരത്തില്ലല്ലോ. ഇപ്പം ഈ സർക്കാർ രക്ഷപ്പെടുത്തിയാലും കോടതി രക്ഷപ്പെടുത്തില്ലല്ലോ അവരെ ആരെയും. അത് നമുക്കറിയുന്ന കാര്യമാണല്ലോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.